أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد عدد من صلى عليه من خلقك. اللهم صل على سيدنا محمد كما ينبغي لنا أن نصلي عليه. اللهم صل على سيدنا محمد كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين. وما صاحبكم بمجنون ولقد رآه بالأفق المبين. وما هو على الغيب بضنين وما هو بقول شيطان رجيم. صدق الله العلي العليم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أخلاي من يحصي مديها محمدي وفي مدحه كتب من الله تقرأ. أيمداه من أثنى الإله بنفسه عليه فكيف المدح من بعد ينشأ. أمين مكين مجتبى ذو مهابتي جميل جليل بالغيوب منبأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെടുന്നൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുകയാണ്, പാടുകയാണ്. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തോടൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് വിതരണം ചെയ്യുന്ന ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, നാട്ടുകാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇൽമിന്റെ വഴിയിൽ ഭക്ഷണം തന്നവർ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും സർവ്വ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കോവിഡ് രോഗം കാരണത്താൽ പ്രയാസപ്പെടുന്ന പലരും വിളിച്ചറിയിച്ചു. നമ്മുടെ ഒരു പ്രവർത്തകൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചു. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പിതാവിനും പോസിറ്റീവായതുകൊണ്ട് അല്പം പ്രയാസത്തിലാണ്. അല്ലാഹുവേ, നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. വിത്രിയയുടെ ബറക്കത്തുകൊണ്ട് നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. വിത്രിയയുടെ 9-ാം വരിയിലേക്ക് പ്രവേശിക്കുന്നു. ചൊല്ലിവെച്ച 3 വരികളിൽ ഏകദേശം 2.5 വരിയോളം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ചയിൽ തന്നെ വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയവര്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ നിത്യമായി പാടിക്കൊണ്ടിരുന്നവരെല്ലാം അവസാനം ഞങ്ങൾക്ക് എവിടെയും ഈ സമുദ്രം പോലെ പരന്നുകിടക്കുന്ന അവദാനങ്ങൾ എവിടെയും എത്തിക്കാൻ കഴിയില്ല എന്നു പറഞ്ഞ് ആയുധം വെച്ചു കീഴടങ്ങിയവരാണ് എന്ന് അല്ലഫൽ അലിഫ് വ്യാഖ്യാനിച്ചപ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ എന്ന വരി വിശദീകരിച്ചപ്പോൾ നാം വിശാലമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലഫൽ അലിഫിലെ അവസാന ഭാഗം മൽ ഖിതാമു താം, ഇത് സമ്പൂർണമായിട്ടുള്ള ഒരു പരിസമാപ്തിയല്ല എന്ന് പറഞ്ഞ് ഉമറുൽ ഖാഹിരി തങ്ങൾ തന്റെ വരികൾ അവസാനിപ്പിച്ചപ്പോഴും അവിടെയും നമ്മൾ വിശാലമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കവികൾക്കെല്ലാമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചെയ്തവരെല്ലാം കാണിച്ച ഒരു ശൈലിയാണത്. ഇതുപോലെ മഹാനായ റഷീദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്റെ ഖസീദത്തുൽ വിത്രിയയുടെ പ്രാരംഭത്തിൽ തന്നെ ജാമ്യമെടുക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അല്പം തിരുമദ്ഹുകൾ പാടുന്നു എന്നല്ലാതെ ഇത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് എന്നില്ല, ലോകത്ത് കഴിഞ്ഞുപോയ ഒരാൾക്കും അതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മദ്ഹുകളിൽ നിന്ന് അല്പം മാത്രമാണ് പാടുന്നത്. എന്റെ കൊക്ക് വളരെ ചെറുതാണ്, പക്ഷേ എനിക്ക് കൊത്താൻ വേണ്ടി മുന്നിലുള്ളത് വളരെ വലുതാണ്. ഞാൻ ഏതു കാലത്താണാവോ അത് കൊത്തിത്തീരുന്നത് എന്നറിയുന്നില്ല. എന്റെ കൊക്കിൽ ഒതുങ്ങാത്തതാണ് ഞാനിവിടെ കൊത്താനിരിക്കുന്നത് എന്നുള്ള ഒരു ജാമ്യമെടുക്കലാണ് മഹാനായ ഉമറുൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടുത്ത 2 വരികളിലൂടെ 9-10 വരികളിലൂടെ നമ്മെ അറിയിക്കുന്നത്. അഖില്ലായ, എന്റെ സ്നേഹിതരെ, എന്റെ കൂട്ടുകാരെ, റഷീദുൽ ബഗ്ദാദി വിളിക്കുകയാണ്. എന്റെ കൂട്ടുകാരെ, എന്റെ സഹപാഠികളെ, മൻ യുഹ്സി മദീഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ ക്ലിപ്തമാക്കാൻ കഴിയുന്നത്? ആർക്ക് കഴിയും അതിന്? വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തഖറഉ, വഫീ മദ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങളിലായിട്ട് കുതുബുൻ മിനല്ലാഹി,
അല്ലാഹുവിൽ നിന്നുള്ള അനവധി ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ തുടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളും അതിലപ്പുറമുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏടുകൾ, ഇവയെല്ലാം മിനല്ലാഹി തഖറഉ, അല്ലാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുകയാണ്, പറയുകയാണ്, അവയെല്ലാം പ്രതിപാദിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവിൽ നിന്നുള്ള ഇലാഹിയായ ഗ്രന്ഥങ്ങൾ മാത്രം പ്രതിപാദിച്ചിട്ട്, ആ ഗ്രന്ഥങ്ങൾ മാത്രം പ്രതിപാദിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തെ അവദാനങ്ങൾ, അവിടുത്തെ കുറിച്ചുള്ള നല്ല നല്ല പാഠങ്ങൾ ആർക്കാണ് ക്ലിപ്തമാക്കാൻ കഴിയുന്നത്? അഖില്ലായ, എന്റെ കൂട്ടുകാരെ, എന്റെ സ്നേഹിതരെ, മൻ യുഹ്സി മദീഹ മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ എനിക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തഖറഊ, എന്റെ സ്നേഹിതരെ, കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടിയവരെല്ലാം നാവടക്കിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതിയവരെല്ലാം പരാജയം സമ്മതിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞവരെല്ലാം അല്പം അവസാനം ആയുധം വെച്ചു കീഴടങ്ങിയവരാണ്. അതുകൊണ്ട് പാവപ്പെട്ട റഷീദുൽ ബഗ്ദാദിയായ ഞാൻ എന്റെ ഖസീദത്തുൽ വിത്രിയയിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില അബദാനങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഞാൻ ആ അബദാനങ്ങൾ പൂർത്തീകരിക്കാം. പക്ഷേ എന്നെ വായിക്കുന്നവരെ, എന്റെ അബദാനങ്ങൾ കാണുന്നവരെ, എന്റെ വിത്രിയ പഠന വിധേയമാക്കുന്നവരെ, നിങ്ങളോട് ചോദിക്കട്ടെ, മൻ യുഹ്സി മദീഹ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടിപ്പറഞ്ഞു തീർത്തവരെ ഒന്ന് കാണിക്കാമോ? അങ്ങനെ ഒരാളെ നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനും ആ അബദാനങ്ങൾ തീർത്തു പാടാം. അങ്ങനെ ആരെങ്കിലും കാണിക്കാൻ കഴിയോ? എത്ര പറഞ്ഞാലും പറയാത്തൊരു ഭാഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബാക്കി നിൽപ്പുണ്ടാകും. എത്ര കാലം പറഞ്ഞാലും തീരാൻ പോകുന്നില്ല ഈ വിഷയം. ആവർത്തനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, ആ മദ്ഹുകൾ ലോകത്ത് വിരചിതമായിട്ടുണ്ട്. അവയെ വായിക്കുകയാണെങ്കിൽ തന്നെ എന്റെ ജീവിതകാലം മുഴുവൻ പറഞ്ഞാലും അത് തീരാൻ പോകുന്നില്ല. അങ്ങനെ തീർത്തവരുണ്ടെങ്കിൽ അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തഖറഊ, അങ്ങനെ ആ അബദാനങ്ങൾ പാടി തീർത്തവരായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? മൻ യുഹ്സി മദീഹ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബദാനങ്ങൾ, അവിടുത്തെ ജീവിതത്തിന്റെ അടക്കവും അനക്കവും ചലനവും നിശ്ചലനവും സഞ്ചാരവും നാട്ടിലുള്ള അവസ്ഥയും അവിടുത്തെ കുടുംബജീവിതവും, അവിടുന്ന് ശിഷ്യനായും അവിടുന്ന് ഉസ്താദായും അവിടുന്ന് നേതാവായും അവിടുന്ന് അനുയായിയായും അവിടുന്ന് പ്രവാചകനായും അവിടുന്ന് കുടുംബനാഥനായും ഇതെല്ലാം വായിച്ചു തീർത്തവരാരാണ്? ഒരാളെ പറയാമോ? ഒരാളെ പരിചയപ്പെടുത്താമോ? അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തഖറഊ. അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തിയാൽ
ഞാനും വായിക്കാം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായ അവദാനങ്ങൾ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലാർക്കും കഴിഞ്ഞിട്ടില്ല, ഒരാളും വായിച്ചിട്ടില്ല, വായിക്കാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ വായിച്ചു തീർക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള മഹത്വമാണ്. അതുകൊണ്ട് ഞാനൊരു ജാമ്യമെടുക്കുകയാണ്. എന്റെ ഖസീദത്തുൽ വിത്രിയ 610 വരികളിലായി പരിസമാപ്തിയാകുമ്പോൾ ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ വായനയല്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്നതല്ല. ആ വിശാലമായ ജീവിതത്തിലെ അധ്യാപനങ്ങളിലെ ചെറിയൊരു ഭാഗം മാത്രമാണ്. എന്റെ കൊക്ക് വളരെ ചെറുതാണ്. എനിക്ക് കൊത്താനുള്ളത് പാരാവാരത്തിൽ നിന്നാണ്. എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് പറയാനറിയില്ല. എന്റെ കൂട്ടുകാരെ, മൻ യുഹ്സി മദീഹ മുഹമ്മദി, എന്നിട്ട് അവിടുന്ന് പാടുകയാണ്, വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തഖറഊ. വഫീ മദ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർണ്ണനകളിൽ വന്നിട്ടുണ്ട്, കുതുബും മിനല്ലാഹി തഖറഊ, അല്ലാഹുവിൽ നിന്നുള്ള ഇലാഹിയായ ഗ്രന്ഥങ്ങൾ ധാരാളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ അവദാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, സബൂറിലുണ്ട്, വിശുദ്ധമായ ഖുർആനിലുണ്ട്. മഹാനായ അത്വാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ്. അത്വാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഖീതു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഞാൻ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, അഖ്ബിർനി അൻ സിഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തൗറാത്ത്. തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ തോറ വായിച്ച ആളല്ലയോ? ആ തൗറാത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അജൽ വല്ലാഹി ഇന്നഹു ലമൗസൂഫത്തുൻ ഫി തൗറാത്തി ബിബഅദി സിഫതിഹി ഫിൽ ഖുർആൻ. തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചില്ലാതെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ തൗറാത്തിൽ ധാരാളമുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള ചില അവദാനങ്ങൾ തന്നെ, ചില മദ്ഹുകൾ തന്നെ തൗറാത്തിലുണ്ട്. അതേതാണ്? യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 45-ാം ആയത്താണ്. ഓ നബിയേ, അങ്ങ് നിയുക്തരായത് സാക്ഷിയായിട്ടാണ് നബിയേ, അങ്ങ് സുവിശേഷകരായിട്ടാണ് നബിയേ, അങ്ങ് താക്കീതുകാരനായിട്ടാണ് നബിയേ. ഇതേ ആശയം വരുന്ന ചില സമർത്ഥനങ്ങൾ തൗറാത്തിലുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, വഹിർസൽ ലിൽ ഉമ്മിയീൻ, അങ്ങയുടെ സമൂഹത്തിന് അങ്ങ് നബിയേ സംരക്ഷകരാണ് നബിയേ. തൗറാത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അൻത അബ്ദീ വ റസൂലി. തൗറാത്തിലൂടെ അല്ലാഹു പറയുകയാണ്, അൻത അബ്ദീ വ റസൂലി, ഓ നബിയേ, നിങ്ങൾ എന്റെ അടിമയാണ് നബിയേ, എന്റെ ദൂതരാണ് നബിയേ, പുണ്യപ്രവാചകരാണ് നബിയേ.
തൗറാത്തിൽ ഞാൻ നിങ്ങൾക്കൊരു നാമം ചാർത്തുകയാണ് നബിയേ, സമ്മൈതുകൽ മുതവക്കിൽ, അങ്ങയുടെ പേര് മുതവക്കിലാണ് നബിയേ. എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്ന പ്രവാചകരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നു, തൗറാത്ത് വായിച്ചു കേൾപ്പിക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മഹാനായ അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്കുകയാണ്. എന്നിട്ട് തൗറാത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ലൈസ ബിഫദ്ലിൻ വലാ ഗലീൽ, അങ്ങ് പരുഷമായ സ്വഭാവമുള്ളവരല്ല നബിയേ, ലോലമായ ഹൃദയത്തിനുടമയാണ് നബിയേ. അങ്ങയുടെ സമീപത്തേക്ക് ആര് വന്നാലും അങ്ങയുടെ സ്വഭാവത്തിൽ അവർ ആകൃഷ്ടരാകുന്നതാണ്. അത് അങ്ങേക്ക് അല്ലാഹു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസ്കാര സമ്പന്നരാണ്, അവിടുന്ന് സൽഗുണ സമ്പന്നരാണ്. വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങാടിയിൽ ഇറങ്ങിയാൽ പോലും ഒച്ചപ്പാടുണ്ടാക്കുന്നവരല്ല, അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവരല്ല. അങ്ങാടികൾ എപ്പോഴും ശബ്ദമയമാണ്, അങ്ങാടികൾ എപ്പോഴും അപശബ്ദങ്ങളാൽ നിറഞ്ഞു നിൽക്കാറാണ്. അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും ഒച്ചത്തിൽ സംസാരിച്ചാൽ ആരും പറയാറില്ല, മല്ല സംസാരിക്കൂ മോനെ, ഇതങ്ങാടിയാണ് എന്നാരും പറയാറില്ല. കാരണം അങ്ങാടിയിൽ ഒച്ചയുണ്ടാക്കാം, അങ്ങാടിയിൽ കൂക്കുവിളിക്കാം, അങ്ങാടിയിൽ അപശബ്ദങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരം എത്രയാണ്, അവിടുന്ന് അങ്ങാടിയിൽ ഇറങ്ങിയാൽ പോലും വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. തൗറാത്തിന്റെ ഉദ്ധരണിയാണിത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തൗറാത്ത് വായിക്കുകയാണ്. അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തഖറഊ. ഓ നബിയേ, അങ്ങയെക്കുറിച്ച് അല്ലാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ, അങ്ങയെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുണ്ടല്ലോ നബിയേ, അങ്ങയെക്കുറിച്ച് 1000 നാക്കാണ് നബിയേ പൂർവ്വ ഗ്രന്ഥങ്ങൾക്ക് പറയാനുള്ളത്. വലാ യദ്ഫഉ ബിസ്സയ്യിഅതി അസ്സയ്യിഅതാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോശമായവയെ മോശത്തരം കൊണ്ട് തന്നെ പ്രതിരോധിക്കുന്നവരല്ല. ഇങ്ങോട്ട് ആരെങ്കിലും അടിച്ചാൽ അങ്ങോട്ട് 2 എണ്ണം കൊടുത്ത് അതിനെ പ്രതിരോധിക്കുന്നവരല്ല. വലാകിൻ യഅഫു വയഗ്ഫിറു, അല്ലാഹുവിന്റെ ഹബീബ് മാപ്പ് കൊടുക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് മാപ്പ് കൊടുക്കുന്നവരാണ്, പുറത്തു കൊടുക്കുന്നവരാണ്. ലോകത്ത് മാപ്പ് പഠിപ്പിച്ച നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആപദാനങ്ങൾ വായിക്കുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടതുണ്ട്, നിരപരാധികളെ ജയിലിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. സർക്കാരുകൾ തമിഴ്നാട് സർക്കാരിന്റെ കീഴിൽ ഒരുപാട് കാലം, പിന്നെ കേരള സർക്കാരിന് കൈമാറുകയാണ്, പിന്നെ കർണാടക സർക്കാരിന് കൊടുക്കുകയാണ്. നിരപരാധികളെ ജയിലുകളിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. പാവപ്പെട്ട സാധുക്കളായ ആളുകളെ അവരെ പീഡിപ്പിക്കപ്പെടുകയാണ്. കുറ്റവിമുക്തരാണെന്ന് തെളിഞ്ഞിട്ടും അവരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ലോകമേ വായിക്കേണ്ടത്, അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട വാക്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പിന്റെ അനന്തവിഹായസാണ്. തന്നോട് അക്രമം ചെയ്തവരെയും മാപ്പ് കൊടുക്കുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വലൻ യഖ്ബിലഹുല്ലാഹു ഹത്താ യുഖീമ ബിഹിൽ മില്ലത്തൽ ഔജാഇ. ഒരു ഋജുവായ പാതയിലേക്ക് ജനങ്ങളെയെല്ലാം ക്ഷണിച്ചിട്ടല്ലാതെ അള്ളാന്റെ ഹബീബ് വഫാത്താവുകയില്ല. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരാകുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൗറാത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അവതീർണമായ ആ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തൗറാത്ത് പറയുകയാണ്. എല്ലാം അല്ലാഹുവിന്റെ വാക്യങ്ങളാണ്. ബിഅൻ യഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് വയഫ്തഹു ബിഹാ അയുനൻ ഉമ്യാ വആദാനൻ സുമ്മാ വഖുലൂബൻ ഗുൽഫാ. അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെല്ലാം പൂർവകാല ഗ്രന്ഥങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുന്നു. അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തഖറഊ. അല്ലാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥങ്ങൾ എത്രയാണ് ഹബീബിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരാകുന്നതിന്റെ മുമ്പ് തന്നെ വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തഖറഊ. ഇൻഷാ അല്ലാഹ് വിശാലമായ ഒരു പഠനം ഒരു ദിവസം പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, പ്രതിപാദിക്കേണ്ടതുണ്ട്. പൂർവ്വ ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് ഇൻഷാ അല്ലാഹ് അവിടെ വിശാലമായി പറയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അറിവ് കുറഞ്ഞ, ഈമാൻ കുറഞ്ഞ, തഖ്വ കുറഞ്ഞ ഞാൻ എങ്ങനെയാണ് എന്റെ കൂട്ടുകാരെ വായിക്കേണ്ടത്? അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി. മഹാനായ ഉമറുൽ ഖാഹിരി, മഹാനായ റഷീദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പാടുകയാണ്. അങ്ങനെ പൂർണ്ണമായി ഹബീബിനെ വായിച്ചവരെ നിങ്ങൾ പറയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനും വായിക്കാമല്ലോ. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല എങ്കിൽ ഞാൻ എങ്ങനെ ആ ഹബീബിന്റെ മദ്ഹ് പൂർത്തിയാക്കാനാണ്? തൊട്ടടുത്ത വരിയിലേക്ക് വരട്ടെ. മഹാനായ റഷീദുൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അതാ അടുത്ത വരിയിൽ പറയുന്നു, 10ാമത്തെ വരിയിലേക്ക്. അയംദഹു മൻ അസ്നൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി ഫകൈഫൽ മദ്ഹു മിൻ ബഅദു യുൻശഉ. അയംദഹു മൻ അസ്നൽ ഇലാഹു ബിനഫ്സിഹി. അയംദഹു, എങ്ങനെയാണ് മദ്ഹ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീർത്തിക്കേണ്ടത്? മൻ അസ്നൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി. അല്ലാഹു തആല തന്നെ സ്വന്തമായി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിരിക്കെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? പ്രപഞ്ചാധികാരിയായ അല്ലാഹു, ആ പ്രവാചകന്റെ സൃഷ്ടികർത്താവായ അല്ലാഹു, ആ അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫകൈഫൽ മദ്ഹു മൻ ബഅദു യുൻശഉ. അല്ലാഹു തആല മദ്ഹ് ചെയ്തിരിക്കെ പിന്നെ എങ്ങനെയാണ് ഞാനിത് വായിക്കേണ്ടത്? പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന് ശേഷം എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പുകഴ്ത്തുന്നത്? ഞാനൊരു സംഭവം ഉദ്ധരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ പഠിപ്പിക്കുകയാണ്. ഫലമ്മാ ജാഅ ലൂത്തനിൽ മുർസലൂൻ ഖാല ഇന്നകും ഖൗമുൻ മുൻകറൂൻ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് അതാ വരുന്നു, മലക്കുകൾ വരികയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവരെ പരിചയമില്ല. അപ്പോൾ ചോദിക്കുകയാണ് ലൂത്ത് നബി അലൈഹിസ്സലാം, ഇന്നകും ഖൗമുൻ മുൻകറൂൻ,
നിങ്ങളെ എനിക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട്ടുകാർക്കൊരു സ്വഭാവമുണ്ട്. അവര് സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവരായിരുന്നു, സ്വവർഗരതിയിൽ സുഖം കണ്ടെത്തിയവരായിരുന്നു. നല്ല വെളുത്തു സുമുഖന്മാരായ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ وجاء أهل المدينة يستبشرون قال إن هؤلاء ضيفي فلا تفضحون. ആ നാട്ടുകാരി സുമുഖന്മാരായ മലക്കുകളെ കണ്ടിട്ട് അവര് ധരിക്കുകയാണ് ഇത് മനുഷ്യരാണെന്ന് ധരിച്ച് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് അവര് വരുന്നു. എന്തിനാണ്? ഇവരെ ലൈംഗികമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഓ നാട്ടുകാരെ, ഇന്ന ഹൗലാഇ ളൈഫി ഫലാ തഫ്ളഹൂൻ, ഇവരെന്റെ അതിഥികളാണ്. നിങ്ങൾ ഈ തോന്നിവാസം, ഈ നാണം കെട്ട ഏർപ്പാട് ഇവരിൽ പ്രയോഗിക്കല്ലേ. ഇവരെന്റെ അതിഥികളാണ്, ഇവരന്യ നാട്ടുകാരാണ്. വത്തഖുല്ലാഹ വലാ തുഖ്സൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ, അല്ലാഹുവിനെ ഭയപ്പെടണേ, എന്നെ നിങ്ങൾ മാനക്കേടാക്കല്ലേ. എന്നിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങൾക്ക് ലൈംഗികമായ ദാഹം തീർക്കാനാണെങ്കിൽ ഖാല ഹൗലാഇ ബനാതി ഇൻ കുൻതും ഫാഇലീൻ, എനിക്ക് പെൺമക്കളുണ്ട്, ഞാൻ ആ പെൺമക്കളെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാം. അപ്പോൾ അല്ലാഹു അനുവദിച്ച രൂപത്തിൽ തന്നെ ലൈംഗികമായ ദാഹം തീർക്കാമല്ലോ. എന്റെ വിഷയം ഇവിടെയാണ്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് കണ്ടോ നിങ്ങൾ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം ഉദ്ധരിക്കുന്നതിനിടയിൽ ഖുർആൻ പറയുകയാണ്, ഓ നബിയേ, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ഓ നബിയേ, ലഅംറുക, അങ്ങയുടെ ജീവിതം സാക്ഷിയാണ് നബിയേ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലുകയാണ്. ലഅംറുക, നബിയേ, അങ്ങയുടെ ജീവിതം സാക്ഷിയാണ് നബിയേ. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറയുന്നതിനിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അങ്ങയുടെ വയസ്സ് സാക്ഷിയാണ് നബിയേ. അങ്ങയുടെ 1-ാം വയസ്സ് മുതൽ 63 വയസ്സുവരെയുള്ള ജീവിതത്തിലെ എല്ലാ ഇടപെടലുകളും സാക്ഷിയാണ് നബിയേ. ഈ ആയത്ത് വിശദീകരിക്കുകയാണ് മഹാനായ അബുൽ ജൗസാ റഹിമഹുല്ലാഹ് പറയുന്നു, മാ ഖസമല്ലാഹു ബിഹയാതി അഹദിൻ ഗൈരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു തആല ഒരു പ്രവാചകന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മദ്ഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതു മാത്രമാണ്. ലിഅന്നഹു അക്രമുൽ ബരിയത്തി ഇൻദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അല്ലാതെ പൂർണ്ണമായി അല്ലാഹു വേറെ ഒരാളുടെ ജീവിതത്തെയും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, സത്യം ചെയ്തിട്ടില്ല. മഹാനായ ഇബ്നുൽ അറബി ചർച്ച ചെയ്യുന്നുണ്ട്, മല്ലദീ യംനഉ അൻ യുഖ്സിമല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹയാതി ലൂത്തിൻ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ അല്ലേ ഇവിടെ സത്യം ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ട് എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ജീവിതത്തെയാണോ ആണല്ലോ അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയത്? അതിന് കാരണം എന്താണ്? വകുല്ലു മാ യുഅ്തില്ലാഹു തആല ലിലൂത്തിൻ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുള്ള എല്ലാ മഹത്വങ്ങളും മിൻ ഫളിൻ യുഅ്തി ലിഅഫീഹി മിൻ ശറഫിൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത അനുഗ്രഹങ്ങളുടെയും മഹത്വത്തിന്റെയും രണ്ടിരട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോൾ പോലും ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, നബിയെ നിങ്ങളുടെ ജീവിതം സാക്ഷി. എന്തേ ലൂത്തിന്റെ ജീവിതം സാക്ഷി എന്ന് പറയാതിരുന്നത്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ കൂടുതൽ മദ്ഹ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ഇബ്നുൽ അറബി രേഖപ്പെടുത്തുന്നുണ്ട്, അവലാ തറാ അന്നഹു സുബ്ഹാനഹു അഅതാ ഇബ്രാഹീം അൽ ഖുല്ല വമൂസാ അത്തക്ലീമ വഅഅതാ ദാലിക ലിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഖലീലാക്കി, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു കലീമാക്കി. എന്നാൽ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹു നൽകിയതാണ്. അതുകൊണ്ട് ഫഇദാ അഖ്സമ ബിഹയാത്തി ലൂത്തിൻ ഫഹയാത്തു മുഹമ്മദിൻ അർഫഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെക്കാൾ സമ്പുഷ്ടമായത്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെക്കാൾ മഹത്വമുള്ളത്. അതുകൊണ്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലുകയാണ്. അയംദഹു മൻ അസ്നൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി ഫകൈഫൽ മദ്ഹു മൻ ബഅദു യൻശഉ സ്വലാത്തു വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. മഹാനായ റഷീദുൽ ബഗ്ദാദി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹു തന്നെ അയംദഹു മൻ അസ്നൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി, അല്ലാഹു തന്നെ ആ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പ്രകീർത്തിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഫകൈഫൽ മദ്ഹു മൻ ബഅദു യംദഹു യൻശഉ, എങ്ങനെയാണ് പിന്നെ അല്ലാഹു തന്നെ പ്രകീർത്തിച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്തു പറയാനാണ്? എനിക്ക് പറയാൻ ഏതു മദ്ഹാണുള്ളത്? ആ ഒരൊറ്റ പദത്തിൽ അംറുക എന്ന് പറഞ്ഞതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നാനോ സെക്കൻഡുകളാണ് ആ സത്യം ചെയ്തിട്ടുള്ളത്. അർദ്ധനിമിഷങ്ങൾ തിരുനബിയുടെ ജീവിതത്തിന്റെ എല്ലാം അതിൽപ്പെട്ടു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമേ അല്ലാഹു സത്യം ചെയ്തിട്ടുള്ളൂ. മുത്തുനബിയുടെ മദ്ഹാണ് ഇതെല്ലാം ഖുർആനിൽ നിന്ന്. അല്ലാഹു തന്നെ ഹബീബായ തങ്ങളെ മദ്ഹ് ചൊല്ലുകയാണ്. അതുകൊണ്ട് നമുക്ക് കഴിയില്ല ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കാനാവില്ല. മഹാനായ റഷീദുൽ ബഗ്ദാദി റഹിമഹുല്ലാ ജാമ്യമെടുക്കുകയാണ്, എനിക്ക് കഴിയില്ല ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കാൻ. അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വനഹ്നു ഫീ മജ്ലിസ് സഅദ് ബിൻ ഉബാദ. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു മജ്ലിസിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മജ്ലിസിലേക്ക് കയറി വരുന്നു. ആ മജ്ലിസിലുള്ള ബശീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉടനെ ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ നബിയേ, അമറനല്ലാഹു അൻ നുസല്ലി അലൈക യാ റസൂലല്ലാഹ് ഫകൈഫ നുസല്ലി അലൈക. ഓ നബിയേ, അല്ലാഹു തആല ഞങ്ങളോട് അങ്ങയുടെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. ഫകൈഫ നുസല്ലി അലൈക, ഞങ്ങൾ എങ്ങനെയാണ് നബിയേ അങ്ങേക്ക് സ്വലാത്തു ചൊല്ലേണ്ടത്? എങ്ങനെയാണ് നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പസമയമൊന്നും മിണ്ടാതിരുന്നു. ഒരൽപസമയം മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം വീക്ഷിക്കുകയാണ്.
എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് നിങ്ങൾ ഇബ്രാഹീമിയ സ്വലാത്തു ചൊല്ലൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇവിടെ ഏറെ ചിന്തിക്കാനുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഓ വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ റസൂലുള്ളാഹിക്ക് സ്വലാത്തു ചൊല്ലൂ എന്ന് നമ്മളോടുള്ള കൽപ്പനയാണ്. ആ കൽപ്പന ഏറ്റെടുത്തിട്ട് നമ്മൾ തിരിച്ചു പറയുകയാണ്, അല്ലാഹുമ്മ സ്വല്ലി, അല്ലാഹുവേ നീ തന്നെ സ്വലാത്തു ചൊല്ലിക്കോ. ആ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ സ്വലാത്തു ചൊല്ലൂ. അപ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയാ? നുസല്ലി വനുസല്ലിമു, ഞങ്ങൾ സ്വലാത്തു ചൊല്ലുന്നു എന്നാണ് നമ്മൾ അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ അതിന് നമ്മൾ തിരിച്ചു മറുപടി കൊടുത്തത് എങ്ങനെയാണ്? നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അല്ലാഹുമ്മ സ്വല്ലി, പടച്ചോനെ നീ തന്നെ ചൊല്ലിക്കോ. നിങ്ങൾ ചൊല്ലൂ എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ തിരിച്ച് അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ നീ തന്നെ ചൊല്ലിക്കോ. അത് എന്താണ് ഇതറിയിക്കുന്നത്? ഇതൊരു ബുദ്ധിപരമായ സമർത്ഥനമാണ്. പണ്ഡിതന്മാരിൽ പലരും അത് നടത്തിയിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ, നാദാ നീ ഞങ്ങളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനാണല്ലോ ആ പറഞ്ഞത്. മഹാനായ അബുൽ ആലിയ റഹിമഹുല്ലാഹ് സ്വലാത്ത് എന്നതിന് വ്യാഖ്യാനം നൽകിയത് അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൂ എന്നാണ്. ഇമാം ബൈളാവി റഹിമഹുല്ലയുടെ വ്യാഖ്യാനം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നിങ്ങൾ ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോ നമ്മൾ തിരിച്ച് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ സ്വല്ലി, അല്ലാഹുവേ നീ തന്നെ സ്വലാത്തു ചൊല്ലൂ. അല്ലെങ്കിൽ പറയുന്നത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹു സ്വലാത്തു ചൊല്ലട്ടെ എന്നാണ്. അഥവാ അല്ലാഹുവേ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയാൻ ഞങ്ങൾക്കറിയില്ല, അവിടുത്തെ കുറിച്ച് പാടാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് അവിടുത്തെ കുറിച്ച് വിശാലമായ അറിവില്ല, ഞങ്ങൾ പാവങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹ് അതെങ്ങനെയാണോ വേണ്ടത് അതുപോലെ നീ തന്നെ അങ്ങ് ചൊല്ലണേ അല്ലാഹ്. യഥാർത്ഥത്തിൽ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് നമ്മുടെ പരാജയത്തിന്റെ ചിത്രമാണ്. ഞങ്ങൾക്ക് ആ മദ്ഹ് അറിയില്ല, അതെങ്ങനെയാണ് കൃത്യമായ രൂപത്തിൽ പറയേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഔന്നിത്യത്തെ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന രൂപത്തിൽ എങ്ങനെയാണത് ചൊല്ലേണ്ടത്? ഞങ്ങൾക്കതിന് വാക്കുകളില്ല, ഞങ്ങൾക്ക് അറിവില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ നീ തന്നെ ചൊല്ലണേ അല്ലാഹ്. അയംദഹു മൻ അസ്നൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി ഫകൈഫൽ മദ്ഹു മൻ ബഅദു യൻശഉ സ്വലാത്തു വതസ്ലീമുൻ വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താർ ഖൈറുൽ ബരിയതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു പരാജയത്തിന്റെ ചിത്രമാണ്. ആ ഹബീബിനെ അവിടുത്തെ പുകഴ്ത്താൻ, പൂർണ്ണമായി വായിക്കാൻ, പൂർണ്ണമായി പുകഴ്ത്താൻ ആർക്ക് കഴിയും? ഇതുപോലെയുള്ള ഇനിയൊരു 10 ജന്മങ്ങൾ കിട്ടിയാൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചു തീർക്കാൻ, അവിടുത്തെ കാഴ്ചപ്പാടുകൾ ഒന്ന് കണ്ണോടിച്ചു തീർക്കാൻ കഴിയില്ല. എന്നിട്ടല്ലേ ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ. അത്രമാത്രം വിശാലമായ, അത്രമാത്രം ഔന്നിത്യമായ ജീവിതത്തിനുടമയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ കൊക്ക് ചെറുതാണ്,
എനിക്ക് കൊത്താനുള്ളത് വലുതാണ്, എന്റെ കൊക്കിൽ ഒതുങ്ങാത്തതാണ്, ഞാനിതാ കൊത്താനൊരുങ്ങുന്നത്. അടുത്ത വരിയിലേക്ക് വരട്ടെ. 11ാമത്തെ വരിയിലേക്ക് വരുന്നു. അമീനുൻ മക്കീനുൻ മുജ്തബൻ ദൂ മഹാബതി ജമീലുൻ ജലീലും ബിൽ ഗുയൂബി മുനബ്ബഊ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വർണ്ണനകളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചില അധ്യാപനങ്ങളാണ്. അവിടുത്തെ ചില വിശേഷണങ്ങൾ മഹാനായ റഷീദുൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ വായിക്കുകയാണ്. അമീനുൻ മക്കീനുൻ മുജ്തബൻ ദൂ മഹാബതി ജമീലുൻ ജലീലും ബിൽ ഗുയൂബി മുനബ്ബഊ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമീനാണ്, വിശ്വസ്തരാണ്. കുട്ടിക്കാലത്തു തന്നെ അൽ അമീൻ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടവരാണ്. എല്ലാവർക്കും അറിയാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധരാണെന്നതിൽ ലോകത്തുള്ള ശത്രുക്കൾക്ക് പോലും അറിയാം ഹബീബിന്റെ വിശ്വാസ്യത. അതുകൊണ്ടല്ലേ മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്ന് വിളിക്കുകയാണ്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ലാ നുകദ്ദിബുക വലാകിൻ നുകദ്ദിബു മാ ജിഅത ബിഹി. ഓ മുഹമ്മദേ, ഇന്നാ ലാ നുകദ്ദിബുക, നിന്നെ ഞങ്ങൾ വ്യാജനാക്കുന്നില്ല, നിന്നെ ഞങ്ങൾ കള്ളനാക്കുന്നില്ല, നിന്നെ ഞങ്ങൾ വ്യാജമായി ചിത്രീകരിക്കുന്നില്ല. കാരണം ഒരു കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്കില്ല. വലാകിൻ നുകദ്ദിബു മാ ജിഅത ബിഹി, ഞങ്ങളുടെ പ്രശ്നം നീ കൊണ്ടുവന്ന ആയത്തുകളെല്ലാം കളവാണെന്നാ ഞങ്ങൾ പറയുന്നത്. ഇത് പറയല്ലാതെ അവർക്ക് നിർവാഹമില്ല. നിന്നെ ഞങ്ങൾ വ്യാജനായിട്ട് പറയുന്നില്ല. കാരണം നിന്റെ കുട്ടിക്കാലങ്ങളിൽ പോലും തമാശയിൽ പോലും ഒരു കളവ് പറഞ്ഞ അനുഭവം ഈ മക്കക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ വ്യാജനായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഹെറാക്ലിയസ് ചക്രവർത്തിയുടെ സമീപത്ത് അബൂ സുഫിയാൻ ചെല്ലുകയാണ്. റോമിലെ രാജാവായ ഹിർക്കൽ രാജാവിന്റെ സമീപത്തേക്ക് അബൂ സുഫിയാൻ ചെല്ലുന്നു. അപ്പോൾ ഹെറാക്ലിയസ് ചക്രവർത്തി ചോദിക്കുകയാണ്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥകൾ അബൂ സുഫിയാൻ ചക്രവർത്തിയോട് പറയുമ്പോൾ ചക്രവർത്തിയുടെ ചോദ്യമാണ്, അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് പറയുന്നുണ്ട്, നിങ്ങൾ ആ പ്രവാചകനിൽ നിന്ന് വല്ലപ്പോഴും ഒരു കളവ് കേട്ടിട്ടുണ്ടോ? കളവായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുക എങ്കിലും ചെയ്തിട്ടുണ്ടോ? ഖബല അൻ യഖൂല മാ ഖാല, ഇപ്പോഴാ പ്രവാചകൻ ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നു എന്നല്ലേ അബൂ സുഫിയാനെ നിങ്ങൾ പറയുന്നത്? ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു കളവ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആ മുഹമ്മദിന്റെ ജീവിതത്തിൽ അനുഭവമുണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ ഹിർക്കൽ രാജാവിനോട് പറയുകയാണ്, ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അനുഭവമില്ല. അതാണ് മഹാനായ റഷീദുൽ ബഗ്ദാദി തങ്ങൾ പാടിയത്, അമീനുൻ മക്കീനുൻ മുജ്തബൻ ദൂ മഹാബതി ജമീലുൻ ജലീലും ബിൽ ഗുയൂബി മുനബ്ബഊ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സത്യം മാത്രമാണ് സംസാരിക്കാറുള്ളത്, അവിടുന്ന് സത്യം മാത്രമാണ് പറയാറുള്ളത്, സത്യത്തിന്റെ കൂടെ മാത്രമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കാറുള്ളത്. ആരെയും വഞ്ചിക്കാറില്ല, വിശ്വസ്തരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും ആരെയും ഹബീബായ തങ്ങൾ വഞ്ചിക്കുന്നില്ല. എല്ലാവരെയും കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വളരെ കൃത്യമായിട്ട് സത്യം മാത്രം പ്രചരിപ്പിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ശത്രുവായ നദർ ഇബ്നുൽ ഹാരിസ് എന്ന വ്യക്തി പറയുന്നു ഖുറൈശികളോടൊരിക്കൽ, ഖദ് കാന മുഹമ്മദുൻ ഫീകും ഗുലാമൻ ഹദസാ അർലാകും ഫീകും വാസ്തഖകും ഹദീസാ. ഓ ഖുറൈശികളെ, മുഹമ്മദ് നിങ്ങളിലേക്ക് കുട്ടിക്കാലത്ത് തന്നെ സത്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? മഹാനായ ഖാദി ഇയാദ് തങ്ങൾ തന്റെ അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിക്കാലത്ത് സത്യം മാത്രമല്ലേ ഖുറൈശികളെ പറഞ്ഞിട്ടുള്ളൂ? അതുകൊണ്ട് ഇപ്പോഴാ പ്രവാചകൻ കൊണ്ടുവന്നത്, മുഹമ്മദ് കൊണ്ടുവന്നതിന് നമ്മള് സിഹറാണെന്ന്, മാരണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണെങ്കിൽ, ലാ വല്ലാഹി മാ ഹുവ ബിസാഹിരിൻ, അറിയുമോ നിങ്ങൾക്ക് മുഹമ്മദ് ഒരിക്കലും മാരണക്കാരനല്ല, അങ്ങനെ കൺകെട്ട് വിദ്യ ചെയ്യുന്ന ആളല്ല, മായാജാലം കാണിക്കുന്ന ആളല്ല, മുഹമ്മദ് ഒരു മജീഷ്യനല്ല. ഓതിത്തരുന്നവയെല്ലാം യാഥാർത്ഥ്യമുള്ള വചനങ്ങളാണ്. ആ മുഹമ്മദ് പറയുന്നതെല്ലാം സത്യങ്ങളാണ്. പക്ഷേ അതങ്ങനെ പുറത്തു പറയാൻ പറ്റില്ലല്ലോ. നദർ ഇബ്നുൽ ഹാരിസ് ഖുറൈശികളോട് പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രസ്ഥാനത്തിന്റെ ദൂതരാണ്. അമീനുൻ മക്കീനുൻ മുജ്തബൻ ദൂ മഹാബതി ജമീലുൻ ജലീലുൻ ബിൽ ഗുയൂബി മുനബ്ബഊ. ഞാനൊരു സംഭവം പറയട്ടെ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അല്പം സ്വർണം കൊടുത്തയക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക്. അള്ളാന്റെ ഹബീബ് അത് 4 പേർക്ക് വിഹിതം വെക്കുകയാണ്. ആർക്കൊക്കെയാണ് നൽകുന്നത്? ഉയൈനത്ത് ബിൻ ഹിസ്ന്, അഖ്റ ഇബ്നുൽ ഹാബിസ്, സെയ്ദുൽ ഖൈല്, അതുപോലെ തന്നെ അൽഖമത്ത് ബിൻ ഉലാസ. ഇവര് 4 പേർക്ക് അള്ളാന്റെ ഹബീബ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കൊടുത്തയച്ച സ്വർണം വിഹിതം വെക്കുമ്പോൾ അതാ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, പറയുകയാണ്, കുന്നാ നഹ്നു അഹഖു ബിഹാദാ മിൻ ഹൗലാഇ. ഓ മുഹമ്മദ് നബിയേ, നിങ്ങൾ ഇവർക്ക് 4 പേർക്കാണോ ഇത് കൊടുത്തത്? അവരെക്കാൾ അതിന് അർഹതപ്പെട്ടവര് ഞങ്ങളാണ് നബിയേ, ഞങ്ങൾക്കല്ലേ അത് തരേണ്ടത്. ഉയൈനത്ത് ബിൻ ഹിസ്നിനേക്കാൾ അർഹതപ്പെട്ടവര്, അഖ്റ ഇബ്നു ഹാബിസിനേക്കാൾ അർഹതപ്പെട്ടവര് ഞങ്ങളാണ് നബിയേ, അത് ഞങ്ങൾക്ക് തരാമോ നബിയേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, അലാ തഅ്മനൂനി, ഞാനത് അർഹതപ്പെട്ടവർക്കേ നൽകിയിട്ടുള്ളൂ, എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്നിട്ട് ഹബീബ് പറയുന്നു, വാന അമീനു മൻ ഫിസ് സമായി യഅതീനി ഖബറു സമായി സ്വബാഹൻ വമസാ. അറിയുമോ സഹാബ, ഞാൻ ഈ ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല അമീന്, ഞാൻ ഈ ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല അൽ അമീന്, ആകാശ ലോകത്തുള്ള മാലാഖമാർക്കും വാന അമീനു മൻ ഫിസ് സമായി, ഞാൻ ആകാശ ലോകത്തുള്ള മാലാഖമാർക്കും അല്ലാഹുവിന്റെയും അൽ അമീനാണ് സ്വഹാബ. ആ അല്ലാഹുവിൽ നിന്ന് എനിക്ക് വാർത്ത വരുന്നുണ്ട്, യഅതീനി ഖബറു സമായി സ്വബാഹൻ വമസാ, പ്രഭാത
പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിൽ നിന്നുള്ള വഹി എനിക്ക് വരുന്നുണ്ട്. ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത്? ആരിൽ നിന്നാണ് വാങ്ങേണ്ടത്? ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്? ഞാൻ എവിടെയാണ് മൗനം പാലിക്കേണ്ടത്? ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. വാന അമീനു മൻ ഫിസ് സമാഇ, ഞാൻ അല്ലാഹുവിന്റെ അമീനാണ്. എനിക്ക് വഹിയുമായി വരുന്ന ജിബ്രീലിന്റെ അമീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ഹബീബായ തങ്ങളെ അവിടുത്തെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരുമ്പെട്ടപ്പോൾ മുത്തുനബി പറയുകയാണ്, ഞാൻ അമീനാണ് കേട്ടോ, ഞാൻ എവിടെയും ഒരാളെയും വഞ്ചിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസ്യത, ആരെയും വഞ്ചിക്കാത്ത തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അമീനുൻ മക്കീനുൻ മുജ്തബൻ ദൂ മഹാബതി ജമീലുൻ ജലീലുൻ ബിൽ ഗുയൂബി മുനബ്ബഊ. അടുത്ത വരിയിലെ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. അമീനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കീനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കീനാണ്, അഥവാ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഉന്നതമായ സ്ഥാനമുള്ളവരാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്വീർ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മ അമീൻ. അല്ലാഹു പറയുകയാണ്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഈ ഖുർആൻ ഓതിത്തരുന്നത് മാന്യനായ ഒരു പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. ആരാണത്? ദീ ഖുവ്വത്തിൻ, വലിയ ശക്തനായ ആളുടെ അടുക്കൽ നിന്ന്, ഇൻദദിൽ അർശി, അർശിന്റെ അധിപനായ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അധ്യാപനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്നത്. ആ പ്രവാചകൻ മക്കീൻ, അവിടുന്ന് മക്കീനാണ്, അല്ലാഹുവിന്റെ സമീപത്ത് വലിയ സ്ഥാനമുള്ളവരാണ്. ഇവിടെ ഇന്നഹു ലഖൗലു റസൂലിൻ, ആ റസൂൽ എന്നതിന് പല വ്യാഖ്യാനങ്ങൾ നൽകിയ കൂട്ടത്തിൽ മഹാനായ അലി ഇബ്നു ഈസ എന്നവരും വേറെ ചില പണ്ഡിതന്മാരും പറയുന്നത് അർ റസൂലു ഹുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിലെ റസൂൽ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അമീനുൻ മക്കീനുൻ മുജ്തബൻ ദൂ മഹാബതി ജമീലുൻ ജലീലുൻ ബിൽ ഗുയൂബി മുനബ്ബഊ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമീനാണ്, അള്ളാന്റെ ഹബീബ് മക്കീനാണ്, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ്. മുജ്തബ, ഹബീബ് മുജ്തബയാണ്. മുജ്തബ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എല്ലാ ഗുണഗണങ്ങളും മേളിച്ച ഒരു നേതാവായിട്ട്, പ്രവാചകരായിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മഹത്വമാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ ഇതര പ്രവാചകന്മാരിൽ നിന്ന് 1,24,000 2,24,000 പ്രവാചകന്മാർ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയുക്തരായപ്പോൾ ആ പ്രവാചക വൃന്ദങ്ങളിൽ നിന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അല്ലാഹു തആല ഏറ്റവും വലിയ സ്വീകാര്യത നൽകിയത്. അവരെ പ്രവാചകന്മാരിൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതാണ് മഹാനായ റഷീദുൽ ബഗ്ദാദി തങ്ങൾ പാടിയത്. ഹബീബ് അമീനുൻ മക്കീനുൻ മുജ്തബൻ ദൂ മഹാബതി ജമീലുൻ ജലീലുൻ ബിൽ ഗുയൂബി മുനബ്ബഊ സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി ദൂ മഹാബതി
അടുത്ത ഭാഗം ഇതാണ്. ദൂ മഹാബതി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടുത്തെ മുഖത്ത് നല്ല ഗാംഭീര്യതയുള്ളവരാണ്, എന്നാൽ നല്ല വിനയവും ആണ്. ജലാലത്തു അലീമത്തിൻ യഹാബുഹുൻ നാദിറു ഇലൈഹി, അവിടുത്തെ ഉന്നതമായ ഗാംഭീര്യം കാരണത്താൽ ആ തിരുമുഖത്തേക്ക് നോക്കുന്നവർക്ക് ഉള്ളിലൊരു ഭയമുണ്ടാകും. ചില പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഈമാനികമായ ഹൈബത്ത് അവരുടെ മുഖത്തുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്നാൽ ഇടപെട്ടാൽ അത്രമാത്രം വിനയത്തിന്റെ പര്യായം വേറെ ഒന്നില്ല, വേറെ ഒരാളില്ല. ആ ഗാംഭീര്യം മുഖത്തിങ്ങനെ നിഴലിക്കും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബത്ത് പലരും ഹബീബായ തങ്ങളെ തറപ്പിച്ചു നോക്കാറുണ്ടായിരുന്നില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ വദനത്തിലേക്ക് തുറിച്ചു നോക്കാറുണ്ടായിരുന്നില്ല. മഹാനായ ഇമാം ഹലബി തന്റെ അസീറയിൽ പറയുന്നു, മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് അതാ ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മക്കക്കാര് തടയുകയാണ്. ഇൻഷാ അല്ലാഹ് അത് വിശാലമായി പറയേണ്ട ഒരു ഭാഗമാണ്. മറ്റേതെങ്കിലും വിഷയങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത് ചേർത്ത് പറയേണ്ടതുണ്ട്. ഹുദൈബിയയിൽ മക്കയിൽ നിന്ന് ഹിജ്റ പോയതിനു ശേഷം അല്ലാഹുവിന്റെ ഹബീബ് മക്കത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഹുദൈബിയയിൽ വെച്ച് മക്കക്കാര് ഖുറൈശികൾ തടയുകയാണ്. മദീനയിലെ ദുൽഹുലൈഫയിൽ നിന്ന്, മദീനയിൽ പോയവര് കണ്ടിട്ടില്ലേ ദുൽഹുലൈഫ മസ്ജിദ്, ആ ദുൽഹുലൈഫയിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് മക്കയിലെ ഹുദൈബിയയിൽ എത്തുകയാണ്. ഇന്നും ഹുദൈബിയയിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പലരും പോകാറില്ലേ? ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അത്തരം വിശിഷ്ടമായ സ്ഥലങ്ങളിൽ ഒരുപാട് തവണ യാത്ര ചെയ്യാൻ, സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞപ്പോൾ അതാ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സംസാരിക്കാനാണ്. എന്താ വന്നിട്ട് പറയുന്നതോ, മുഹമ്മദേ, ഈ കൊല്ലം മക്കത്തേക്ക് കയറാൻ പറ്റില്ല, ഈ കൊല്ലം നിങ്ങൾ തിരിച്ചു പോകണം, അടുത്ത കൊല്ലം വേണമെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു വന്നോ. ഒരു കുറഞ്ഞ ദിവസം മക്കയുടെ കഅബയുടെ ചാരത്ത് കയറിയിട്ട് ഉംറ കഴിഞ്ഞ് തിരിച്ചു പോവലല്ലാതെ നിർവാഹമില്ല. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, സ്വന്തം പിറന്നു വീണ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബയുമായി തിരിച്ചു വരുമ്പോഴാണ് ഈ ആട്ടി ഓടിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശാന്തമായി ഇടപെടുകയാണ്, ആത്മസംയമനം പാലിക്കുകയാണ്. ഒന്നിറങ്ങിപ്പോടാ, എന്റെ നാട്ടിലേക്ക് കയറാൻ എന്തിനാ നിങ്ങളെ അനുവാദം എന്ന് ചോദിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ രക്തച്ചൊരിച്ചിൽ നിന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ യുദ്ധത്തിന് മെനക്കെട്ടില്ല. സമാധാനപരമായി അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പോവുകയാണ്. എവിടെ മുസ്ലിമീങ്ങളെ ഭീകരവാദികളാക്കുന്നവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭീകരവാദിയാക്കി, തീവ്രവാദിയാക്കി ചിത്രീകരിക്കുന്ന അല്പജ്ഞാനികൾ എവിടെ? അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കട്ടെ, അവരാഴത്തിലിറങ്ങി പഠിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മദീനത്തേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ചർച്ച നടത്താൻ വേണ്ടി ഖുറൈശികളിൽ നിന്ന് വരുന്നത് ഉർവത്ത് ബിൻ മസ്ഊദാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചർച്ച നടത്തുമ്പോൾ ഉർവത്തിന്റെ കൈ ഇങ്ങനെ ഇടക്കിടക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ താടി പിടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. വഹുവ യൽമസു ലിഹിയത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ താടി പിടിക്കാൻ വേണ്ടി ഉർവത്ത് ബിൻ മസ്ഊദിന്റെ കൈ പൊങ്ങുമ്പോ ഫകാനൽ മുഗീറത്ത് ബിൻ ശുഅബ യഖറഉ യദഹു ഇദാ അറാദ ദാലിക, തന്റെ ചാരത്തിരിക്കുന്ന സ്വഹാബിയായ മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉർവത്തിന്റെ കൈ തട്ടുകയാണ്. പോടാ, ഞങ്ങളെ ഹബീബിന്റെ താടി പിടിക്കാൻ നീ ആരാടാ? വന്നത് ചർച്ചക്കാണെങ്കിൽ ചർച്ച നടത്തി തിരിച്ചു പോയിക്കോ, ഇത് ഞങ്ങളുടെ നേതാവാണ്.
ഉർവത്തിനോട് പറയുകയാണ്. മുഗീറത്ത് ഇബ്നു ശുഅബ പറയുന്നു, ഞങ്ങളുടെ നേതാവിന്റെ താടിയിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഉർവത്ത് കൈ താഴ്ത്തുകയാണ്. തിരിച്ചു ഖുറൈശികളിലേക്ക് വന്നിട്ട് ഉർവത്ത് പറയുകയാണ്, ഞാൻ ആ നേതാവിനെ കണ്ടു. ആ നേതാവിനൊരു പ്രത്യേകതയുണ്ട്. വലാ യസ്ഖുതു മിൻ ശഅരിഹി ശൈഉൻ ഇല്ലാ ഖദൂഹു. അവിടുത്തെ അനുയായികൾ എങ്ങനെയാണ് ആ നേതാവിനെ ബഹുമാനിക്കുന്നതെന്നറിയുമോ? വലാ യസ്ഖുതു മിൻ ശഅരിഹി ശൈഉൻ. ആ ഹബീബിന്റെ, ആ മുഹമ്മദിന്റെ തലയിൽ നിന്നൊരു രോമം നിലത്തേക്ക് വീണാൽ, ഒരു മുടി പറഞ്ഞു പോന്നാൽ അതാ അനുയായികൾ എടുത്തു വെക്കുകയാണ്. വൈദാ തകല്ലമ ഖഫദു അസ്വാതഹും. ആ നേതാവ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ നേതാവിന്റെ സമക്ഷത്തില് അനുയായികൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഉർവത്ത് പറയുകയാണ്, വലാ യഹുദ്ദൂനൻ നദറ ഇലൈഹി. അദ്ദേഹത്തിലേക്ക് തന്റെ അനുയായികള് തുറിച്ചു നോക്കുന്നില്ല. ആ മുഖത്തേക്കൊന്ന് മുഖമുയർത്തിയിട്ട് കണ്ണുകളെ കൊണ്ടൊന്ന് തുറിപ്പിച്ചു നോക്കാൻ പോലും അനുയായികൾ തയ്യാറാകുന്നില്ല. തഅദീമല്ലോ. കാരണം എന്തേ? ആ നേതാവിനോടുള്ള ബഹുമാനമാണ്. എന്നിട്ട് ഉർവത്ത് പറയുന്നു, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, ഇന്നി ജിഅ്തു കിസ്റാ ഫീ മുൽക്കിഹി വ ഖൈസറ ഫീ മുൽക്കിഹി. ഞാൻ കിസ്റയുടെ കൊട്ടാരത്തിൽ പോയവനാണ്, ഞാൻ കൈസറിന്റെ കൊട്ടാരത്തിൽ പോയവനാണ്. വന്നജാശി ഫീ മിൽക്കിഹി. എത്യോപ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ വല്ലാഹി മാ റഅയ്തു മുൽക്കൻ ഫീ ഖൗമി ഖത്തു മിസ്ല മുഹമ്മദിൻ ഫീ അസ്ഹാബിഹി. ആ രാജാക്കന്മാർക്കൊന്നും തന്റെ അനുയായികളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ അനുയായികളിൽ നിന്ന് കിട്ടുന്നത്ര ബഹുമാനം ഒരു രാജാവിനും കിട്ടുന്നില്ല. ഞാൻ കിസ്റയെ കണ്ടിട്ടുണ്ട്, കൈസറിനെ കണ്ടിട്ടുണ്ട്, നജ്ജാശിയെ കണ്ടിട്ടുണ്ട്. അവർക്കാർക്കും ഇത്ര വലിയൊരു ബഹുമാനം കിട്ടിയിട്ടില്ല. ആ നേതാവിന്റെ മുഖത്തേക്കൊന്നു നോക്കുന്നത് പോലും എന്തൊരു ബഹുമാനത്തിലാണ്. എന്തേ കാരണം? ഹബീബ് ദോ മഹാബതി. അവിടുത്തെ മുഖത്ത് വലിയ ഗാംഭീര്യമാണ്. അമീനുൻ മക്കീനുൻ മുജ്തബൻ ദോ മഹാബതി. ജമീലുൻ ജലീലും ബിൽ ഗുയൂബി മുനബ്ബഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വചനങ്ങളിലുള്ള ഗാംഭീര്യം ഇൻഷാ അല്ലാഹ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ഘട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞൊരു സംഭവം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടതുണ്ട്. നാളത്തെ ചർച്ചയിൽ വരാം. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ ഒരു ഹേതുവായി ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അമീനായ മക്കീനായ മുജ്തബയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞങ്ങൾക്കൊരു വിസ്വാല് തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ മനാമിൽ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു ചെറിയ സംഭവം പറയട്ടെ. മഹാനായ ഹിശാം ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, സമീഅത്തുൽ മുതവക്കിൽ ഇബ്നുൽ മുഅ്തസിം യഖൂൽ. അബ്ബാസിയ ഭരണകൂടത്തിൽപ്പെട്ട മുതവക്കിൽ ഇബ്നുൽ മുഅ്തസിം എന്ന ഭരണാധികാരി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ. വാ ഹസറത അലാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈയുടെ നഷ്ടം എത്രയാണ്? ഒരിക്കൽ ഇങ്ങനെ പറയുകയാണ്,
കുന്തു അഹബ്ബു അൻ അകൂന ഫീ അയ്യാമിഹി, ഞാനെങ്ങാനും ആ ഷാഫി ഇമാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. മുതവക്കിൽ പറയുന്നു, കാരണമെന്തേ? എന്നിട്ട് ഷാഫി ഇമാമിൽ നിന്ന് വതഅല്ലമു മിൻഹു, ഞാൻ ആ ഷാഫി ഇമാമിൽ നിന്നൊന്ന് പഠിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ ഇമാം ശാഫിഈ തങ്ങളുടെ ശിഷ്യനായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഫഇന്നി റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ഞാൻ ഇന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. വഹുവ യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന മുഹമ്മദ് ഇബ്നു ഇദ്രീസിൽ മുത്തലിബ് ഖസ്വാറ ഇലാ റഹ്മത്തില്ലാഹ് വഖലഫ ഫീകും ഇൽമൻ ഹസനാ ഫത്തബിഊഹു തഹ്തദൂ. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്ന മുഹമ്മദ് ഇബ്നു ഇദ്രീസിന് ശാഫിഈ, നിശ്ചയം മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസിന് ശാഫിഈ ഖസ്വാറ ഇലാ റഹ്മത്തില്ലാഹ്, ആ വ്യക്തി അല്ലാഹുവിന്റെ റഹ്മത്തിലാണ്. വഖലഫ ഫീകും ഇൽമൻ ഹസനാ, നിങ്ങളിൽ അതാ ശാഫി ഇമാം ധാരാളം വിജ്ഞാനങ്ങൾ പകർന്നു തന്നിട്ടില്ലേ, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ലേ, ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടില്ലേ. അതെല്ലാം ഇവിടെ ബാക്കിയാക്കി വെച്ച് നിങ്ങൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി ഒരു മദ്ഹബിനെ തന്നെ ഇവിടെ ബാക്കിയാക്കി വെച്ചിതാ ഷാഫി ഇമാം വഫാത്തായിരിക്കുന്നു. ഫത്തബിഊഹു തഹ്തദൂ, നിങ്ങൾ ആ ഷാഫി ഇമാമിനെ അനുധാവനം ചെയ്യണേ, നിങ്ങൾ ഷാഫി ഇമാമിനെ പിൻപറ്റണേ. എന്നാൽ തഹ്തദൂ, നിങ്ങൾക്ക് നേർമാർഗത്തിലെത്താം. ഇമാം ശാഫിഈ തങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുതവക്കിൽ ഇബ്നുൽ മുഅ്തസിം എന്ന രാജാവിനോട്, ഖലീഫയോട് പറയുകയാണ്, ശാഫി ഇമാമിന് അല്ലാഹു വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് മുതവക്കിൽ പറയുന്നത്, ഞാൻ ആ ഷാഫി ഇമാമിനെ അനുധാവനം ചെയ്യാൻ, ഷാഫി ഇമാമിന്റെ ദർസിൽ ചെന്നൊന്ന് പഠനം നടത്താൻ എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ, താരീഖുൽ ഖുലഫായിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമുനാ ഷാഫിഈ റഹിമഹുല്ലാഹ് അവർക്ക് ഹബീബായ തങ്ങളുടെ ആശീർവാദം കിട്ടിയില്ലേ? അവിടുത്തെ ദീനീ ഖിദ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയല്ലേ? അവിടുന്ന് വഫാത്തായപ്പോൾ ജനങ്ങളെ വിളിച്ചിട്ടു പറയുകയാണ്, ഷാഫി ഇമാം യാത്രയായിട്ടുണ്ട്, പക്ഷേ ഷാഫി ഇമാം പറഞ്ഞ വഅദിന്റെ അസർ ഇവിടെ നിലനിൽക്കുന്നില്ലേ? ഷാഫി ഇമാം എഴുതിയ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ടല്ലോ, ഷാഫി ഇമാം പ്രചരിപ്പിച്ച വിജ്ഞാനത്തിന്റെ ശാഖകൾ ഇവിടെ ബാക്കിയാണല്ലോ. അതുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ പോയ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കണേ. ലോകത്തെ പ്രശസ്തമായ മദ്ഹബിന്റെ ഉടമയായില്ലേ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ആ ഷാഫി മദ്ഹബിന്റെ വക്താക്കളായല്ലോ. ഹബീബായ തങ്ങളിൽ നിന്ന് ആശീർവാദം കിട്ടിയ മദ്ഹബല്ലേ ഇമാമുന ശാഫി തങ്ങളുടേത്. ജീവിതകാലം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ഖിദ്മത്താണ്. ജീവിതകാലം മുഴുവൻ ഇൽമിന്റെ സേവനമാണ്. ജീവിതകാലം മുഴുവൻ മദ്ഹാണ്. ജീവിതകാലം മുഴുവൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബദാനങ്ങൾ പറയുകയാണ്, പാടുകയാണ്.
അതുകൊണ്ട് ആഖിറത്തിൽ വലിയ സ്ഥാനമല്ലേ ഇമാമുന ശാഫിഈ തങ്ങൾക്ക്? ശാഫി ഇമാം മഹ്ശറയിൽ വരുമ്പോൾ ഞാൻ ആ ശാഫി ഇമാമിന് വേണ്ടി, ശാഫി ഇമാമിനെ അല്ലാഹ് നീ വിചാരണ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞാൻ ശാഫി ഇമാമിന് ശഫാഅത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച സംഭവം പ്രിയപ്പെട്ട കൂട്ടുകാരെ മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടില്ലേ? ഇങ്ങനെ വലിയ ഉന്നതമായ സ്ഥാനം ലഭിച്ചത് ഇഖ്ലാസുള്ള ദീനീ ഖിദ്മത്ത് കൊണ്ടാണ്. ഇഖ്ലാസോടുകൂടെ ഇൽമിന് സേവനം ചെയ്തതുകൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നിന്റെ ദീനിന് സേവനം ചെയ്യുന്നവരായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിങ്ങനെ പറയുന്നതിനിടയിൽ, ഞങ്ങൾ ഈ വയലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു രാത്രിയിൽ കിടക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് സന്തോഷം പറഞ്ഞാൽ ആ രാത്രിയുടെ ആനന്ദം എത്രയാണ്, ആ രാത്രിയുടെ ആമോദം എത്രയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പല തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നീ ഇതൊരു സബബായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും സർവ്വ ഹലാലായ ലക്ഷ്യങ്ങളും അല്ലാഹ് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. താജ് സ്വലാത്ത് ചൊല്ലുന്നു, ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم. اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم. سيد العرب والعجم. جسمه مقدس معطر مطهر منور في البيت والحرم. شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم. جميل الشيم شفيع الأمم صاحب الجود والكرم. والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه. وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده. سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين. سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين. جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله. يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണം വരെ ഇഖ്ലാസുള്ള ദീനീ ഖിദ്മത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് നൽകണേ അല്ലാഹ്. അവിടുത്തെ കാവൽ നൽകണേ അല്ലാഹ്. അവിടുത്തെ ഹിമായത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ മുനവ്വറായ ആ മുഖം ഒരുപാട് തവണ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും സർവ്വ ഹലാലായ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. കമന്റ് ബോക്സിലൂടെ പല ആവശ്യങ്ങളും എഴുതി അറിയിക്കുന്നവരുണ്ട്. എല്ലാം ഇവിടെ വായിക്കാറില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും സർവ്വ ഹലാലായ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. അക്കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്, മക്കൾ സ്വാലിഹാകാൻ പറഞ്ഞവരുണ്ട്.
വിവാഹപ്രായമെത്തിയവരുണ്ട്, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഉള്ള വീട് ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, കടക്കാരുണ്ട്, വേറെ രോഗികളുണ്ട്, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സർവ്വ ഹലാലായ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ അല്ലാഹ്. ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ റഹ്മാനെ, ഖായിബാക്കരുതേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.